ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ഈ സലാഡ് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു വെള്ളരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പീലർ വെച്ചിട്ട് പീൽ ചെയ്തൊന്ന് എടുക്കാമേ. എല്ലാം ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിനെയും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട്. കഴിച്ചാൽ ശരിക്കും നമ്മൾ ഒറ്റ ഇരിപ്പിന് കഴിച്ച് ചേർക്കും. കാരണം ഇതിൻ്റെ ഒരു എരിവും ആ ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമുക്ക് അരിഞ്ഞ ഈ വെള്ളരി എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനെയും നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടി ഞാനിങ്ങനെ നടുക്കുന്ന മുറിച്ചിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പീൽ ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളരി നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കുന്നതിന് പകരം പീൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതും പീൽ ചെയ്തെടുക്കാം. ഞാൻ വെള്ളരി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതേ ബൗളിൽ തന്നെ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമേ. കാരണം ഈ ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ട് ഈ വെള്ളരിയും ഈ ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ആ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. മറ്റേത് നമ്മൾ കുറച്ച് ഹാർഡായിരിക്കില്ലേ, അപ്പോൾ ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് ആ ഉപ്പ് വെള്ളമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കണമേ. അത് ആ ഉപ്പ് വെള്ളം വേണ്ട, നമുക്കതങ്ങ് കളയാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള കൂടി ഈ ചെറുതായിട്ട് നീളത്തിനിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാമേ. ഇതും കൂടി നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ആ ഉപ്പ് നമ്മൾ വെള്ളം കളഞ്ഞു, എന്നാലും അതിനകത്തൊരു ഉപ്പ് രസമുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് സവാളയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിനായിട്ട് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ചെറിയ ചെറിയ പീസസ് ആക്കണേ. നന്നായിട്ട് നമുക്കിങ്ങനെ കുനുകുന അരിയില്ലേ, അതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു അരമുറി നാരങ്ങയാണ്. നമുക്ക് ഇതിലേക്ക് അരമുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഈ നാരങ്ങ അല്ലെങ്കിൽ പകരം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച വറ്റൽ മുളകാണ് ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആവശ്യമില്ല, പക്ഷേ ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തതേ ഉള്ളേ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ, കാരണം അപ്പോൾ തന്നെ നമുക്ക് നല്ല എരിവുണ്ടാവും. പിന്നെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടി നല്ല എരിവിൽ പോവും. പിന്നെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ എരി ചേർത്ത് കൊടുക്കാം. ഇതിന് ഏകദേശം നല്ല എരിവുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ സെസമി സീഡ് നമ്മുടെ വെളുത്ത എള്ളും കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു മധുരത്തിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ എണ്ണയാണ്. അത് ചൂടാക്കിയിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. നമുക്ക് എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റായതിന്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി.